ഹലോ എവ്രി വൺ. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സെം MCOM ബിസിനസ് എൻവിറോൺമെൻറ്റ് ആൻഡ് പോളിസിയിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന 3 മാർക്ക് ക്വസ്റ്റ്യൻസും ആൻസേഴ്സാണ് നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടായിരുന്നത്. ഓൾറെഡി കുറച്ച് ക്വസ്റ്റ്യൻസ് ആദ്യം ചെയ്തിട്ടുണ്ട്, അത് കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കാം കേട്ടോ. അപ്പം നമ്മുടെ നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് എക്സ്പ്ലെയിൻ ഹിസ്റ്ററി ആൻഡ് ഡെവലപ്മെൻറ്റ് ഓഫ് GST ഇൻ ഇന്ത്യ. നമ്മുടെ ഇന്ത്യയിലെ GST ഉണ്ട് അല്ലേ. അപ്പോൾ ആ ഒരു GST എന്ന് പറയുന്നത് ഒറ്റ ദിവസം കൊണ്ട് വന്നൊരു ആക്റ്റ് അല്ല, അതിന് പിന്നിൽ കുറച്ച് ഹിസ്റ്ററിയും ഡെവലപ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് അതിൻ്റെ ഹിസ്റ്ററി ആയിട്ട് പറയണേന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ 2006 തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. കുറച്ചധികം തന്നെ ഉണ്ട് ഹിസ്റ്ററി, ഒരുപാട് കാര്യങ്ങൾ അതിൽ നടന്നിട്ടുണ്ട്. പക്ഷെ നമ്മുടെ 3 മാർക്ക് ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം പറഞ്ഞു പോവുക കേട്ടോ. അപ്പോൾ 2006 ഫസ്റ്റ് അനൗൺസ്മെൻറ്റ്. 2006-07 ആ ഒരു ടൈമിൽ, ആ ഒരു ബഡ്ജറ്റിലാണ് ആ ടൈമിൽ യൂണിയൻ മിനിസ്റ്റർ എന്ത് ചെയ്യുന്നത്, ഈ ഒരു GSTനെ കുറിച്ച് ഫസ്റ്റ് അനൗൺസ്മെൻറ്റ് ചെയ്യുന്നത്. അത് അനൗൺസ്മെൻറ്റ് ചെയ്യുമ്പോൾ April 1, 2010 തൊട്ടിട്ട് എന്താക്കണം, ഇൻട്രൊഡ്യൂസ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടായിരുന്നു അനൗൺസ് ചെയ്യുന്നത്. അങ്ങനെ ഫസ്റ്റ് അനൗൺസ്മെൻറ്റ് ആ ടൈമിൽ 2006-07 യൂണിയൻ മിനിസ്റ്ററാണ് അനൗൺസ് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് 2009 നമ്മൾ എന്ത് ചെയ്തു, ഒരു കമ്മിറ്റി എംപവർ ചെയ്തു. അതായത് ഒരു GSTനെ കുറിച്ച് സ്റ്റഡി ചെയ്യാനൊക്കെ ആയിട്ട് ഒരു കമ്മിറ്റീനെ എംപവർ ചെയ്തു. ആ എംപവർ ചെയ്ത കമ്മിറ്റി ഫസ്റ്റ് ഡിസ്കഷൻ പേപ്പർ റിലീസ് ചെയ്യുന്നത് 2009 അത് കഴിഞ്ഞ് 2011 115th അമെൻമെൻറ്റ് ബിൽ എന്ത് ചെയ്തു, ഇൻട്രൊഡ്യൂസ് ചെയ്തു. അതായത് ഇതൊരു ആക്ട് ആക്കാൻ വേണ്ടിയിട്ട് ആദ്യമായിട്ട് 115th അമെൻമെൻറ്റ് ബില്ലാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. പക്ഷേ ആ ബിൽ എന്തായില്ല, എനാക്ട് ആയില്ല. സബ്സിക്വൻ്റ്ലി എന്തായിപ്പോയി, ലാപ്സ് ആയിപ്പോയി. അത് കഴിഞ്ഞ് 2014 വീണ്ടും ഒരു 122nd അമെൻമെൻറ്റ് ബില്ല് ലോകസഭയിൽ എന്ത് ചെയ്തു, ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. അങ്ങനെ ഏറ്റവും ലാസ്റ്റ് 2016 ഫസ്റ്റ് അമെൻമെൻറ്റ് ആക്ട് എന്താവുന്നത്, എനാക്ട് ആവുന്നത്. ആ ബില്ലിൻ്റെ നമ്പർ എത്രയാണ്, 101st അമെൻമെൻറ്റ് ബില്ല്. അത് ഒരു ആക്റ്റായി എനാക്ട് ആവുന്നത് 2016. അങ്ങനെ അത് കഴിഞ്ഞ് സെപ്റ്റംബർ 2016 ഒരു GST കൗൺസിൽ മീറ്റിംഗ് എന്ത് ചെയ്തു, കണ്ടക്ട് ചെയ്തു. എത്ര ടൈമിലാണ്, സെപ്റ്റംബർ 2016 ഇത്രയും ഡിസ്കഷൻസിന് ശേഷം എന്ത് ചെയ്യുന്നത്, ഫസ്റ്റ് GST കൗൺസിൽ മീറ്റിംഗ് കണ്ടക്ട് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് മാർച്ച് 2017 ഈ ഒരു GST കൗൺസിൽ കുറച്ച് കാര്യങ്ങൾ വേണം എന്ന് പറഞ്ഞിട്ട് റെക്കമെൻഡ് ചെയ്തു. ആ ആക്ട് ഏതൊക്കെയായിരുന്നു, CGST, SGST, IGST, UTGST, കോമ്പൻസേഷൻ സെസ്, ഇങ്ങനെ കുറച്ച് ആക്ട് വേണമെന്ന് GST കൗൺസിൽ എന്ത് ചെയ്തു, റെക്കമെൻഡ് ചെയ്തു. അങ്ങനെ ഏപ്രിൽ 2017 ഈ പറയുന്ന CGST, SGST, IGST, UTGST, കോമ്പൻസേഷൻ സെസ്സൊക്കെ പാസ് ചെയ്തു. അങ്ങനെ ലാസ്റ്റ് ഫസ്റ്റ് ജൂലൈ 2017 GST ലോ അല്ലെങ്കിൽ GST എന്ന് പറയുന്നത് ഓൾ ഓവർ ഇന്ത്യ എന്ത് ചെയ്യുന്നത്, ലോഞ്ച് ചെയ്യുന്നത്. അപ്പോഴും ജമ്മു ആൻഡ് കാശ്മീരിൽ വന്നിട്ടില്ല, ഓൾ ഓവർ ഇന്ത്യ എക്സെപ്റ്റ് ജമ്മു ആൻഡ് കാശ്മീർ ആയിരുന്നു. അതിനുശേഷം 7th ജൂലൈ 2017 ജമ്മു ആൻഡ് കാശ്മീർ സ്റ്റേറ്റ് ലെജിസ്ലേച്ചറും എന്ത് പാസ് ചെയ്തു, ഈ ഒരു GST ആക്ട് പാസ് ചെയ്തു. ഓക്കെ അല്ലേ. അപ്പോൾ ഇതാണ് നമ്മുടെ GSTയുടെ ഒരു ചെറിയൊരു ഹിസ്റ്ററി അല്ലെങ്കിൽ ആ ഒരു ഡെവലപ്മെൻറ്റ്. ഇന്ത്യയിൽ നമ്മുടെ GST ഇങ്ങനെയാണ് ബ്രിങ് ഔട്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ അല്ലേ, ക്ലിയർ അല്ലേ? ജസ്റ്റ് ഒന്ന് വായിച്ചുകൂടി നോക്കാം കേട്ടോ. ക്വസ്റ്റ്യൻ ആണ് ഡിസ്കസ് മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ് ഓഫ് പ്രൈവറ്റൈസേഷൻ. അപ്പോൾ പ്രൈവറ്റൈസേഷൻ്റെ അഡ്വാൻറ്റേജസ് അല്ലെങ്കിൽ ഡിസഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ പ്രൈവറ്റൈസേഷൻ്റെ മെറിറ്റ്സിനെ തന്നെ അല്ലെങ്കിൽ അഡ്വാൻറ്റേജസിനെ തന്നെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം. ഒന്ന് മൈക്രോ ഇക്കണോമിക്കും ഒന്ന് മാക്രോ ഇക്കണോമിക് അഡ്വാൻറ്റേജസും. അപ്പോൾ ഫസ്റ്റ് മൈക്രോ ഇക്കണോമിക് അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്, അതായത് പ്രൈവറ്റ് എൻ്റർപ്രൈസസ് ആയതുകൊണ്ട് തന്നെ റവന്യൂവിൻ്റെ കാര്യത്തിലായാലും എഫിഷ്യൻസിയുടെ കാര്യത്തിലായാലും പ്രൊഡക്ടിവിറ്റിയുടെ കാര്യത്തിലായാലും ഒക്കെ നമുക്ക് ബെറ്റർ റിസൾട്ട് തരും അല്ലേ. പ്രൈവറ്റ് എൻ്റർപ്രൈസസ് ആയതുകൊണ്ടൊക്കെ തന്നെയും ഇതിൽ റവന്യൂ ആണെങ്കിലും എഫിഷ്യൻസി ആണെങ്കിലും പ്രൊഡക്ടിവിറ്റി ആണെങ്കിലും നമുക്ക് ബെറ്റർ റിസൾട്ട് തരുന്നുണ്ടായിരിക്കും. അതുപോലെ തന്നെ നമുക്ക് സ്ട്രോങ് ആയിട്ടുള്ള സ്ട്രക്ചറൽ ചേഞ്ചസ്, കോമ്പറ്റേറ്റീവ് മാനറിൽ സ്ട്രോങ് ആയിട്ടുള്ള സ്ട്രക്ചറൽ ചേഞ്ചസ് ബ്രിങ് ഔട്ട് ചെയ്യും. അതുപോലെ തന്നെ ഗ്ലോബൽ ബെസ്റ്റ് പ്രാക്ടീസസ് അഡോപ്റ്റ് ചെയ്യാനും അതുപോലെ തന്നെ റിസോഴ്സസിൻ്റെ മാനേജ്മെൻറ്റ് ഇംപ്രൂവൈസ് ചെയ്യാനൊക്കെ ഈ ഒരു പ്രൈവറ്റൈസേഷൻ ഹെൽപ്പ് ചെയ്യുന്നതാണ് പറയുന്നത്. അപ്പോൾ ഇതൊക്കെയാണ്
മൈക്രോ ഇക്കണോമിക് ആയിട്ടുള്ള അഡ്വാൻറ്റേജസ്. ഇനി മാക്രോ ഇക്കണോമിക് എന്ന് പറയുമ്പോൾ നമ്മുടെ ഫിനാൻഷ്യൽ ഹെൽത്ത്, നമ്മുടെ സെക്ടറിൻ്റെ ഫിനാൻഷ്യൽ ഹെൽത്തിൽ ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടായിരിക്കും. ഡെപ്റ്റും ഡെഫിസിറ്റും ഒക്കെ പ്രൈവറ്റ് സെക്ടേഴ്സ് ആകുമ്പോൾ കുറവായിരിക്കും. അതുപോലെ തന്നെ സ്റ്റേറ്റ് ഓൺഡ് എൻ്റർപ്രൈസിലേക്കുള്ള നെറ്റ് ട്രാൻസ്ഫർ കുറവായിരിക്കും പ്രൈവറ്റൈസേഷനിലൂടെ. അതുപോലെ തന്നെ ലോങ് ടേമിൽ എംപ്ലോയിക്ക് എന്ത് കിട്ടും? എംപ്ലോയിക്ക് പ്രോസ്പെരിറ്റി ഓഫർ ചെയ്യാനായിട്ടും അതുപോലെ തന്നെ ബെനിഫിറ്റ്സും കുറച്ച് ലോങ് ടേമിൽ എംപ്ലോയിക്ക് അവെയിൽ ചെയ്യാനായിട്ട് പറ്റും. അവർക്ക് പ്രോസ്പെരിറ്റി ഓഫർ ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ പ്രൈവറ്റൈസ്ഡ് എൻ്റർപ്രൈസസ് എന്ത് കൊടുക്കുന്നുണ്ട്? കസ്റ്റമേഴ്സിന് കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ളതും പ്രോംപ്റ്റ് ആയിട്ടുള്ള സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ കൺട്രിയുടെ ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ ബെറ്റർമെൻറ്റിന് അത് ഹെൽപ്പ് ചെയ്യുന്നതാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇത്രയും അഡ്വാൻറ്റേജസ് ആണ് എന്തിനുള്ളത്? നമ്മുടെ പ്രൈവറ്റൈസേഷനുള്ളത്. മൈക്രോ എക്കണോമിക് അഡ്വാൻറ്റേജസും ഉണ്ട്, മാക്രോ ഇക്കണോമിക് അഡ്വാൻറ്റേജസും ഉണ്ട്. ഇനി പറയുന്നത് ഡീമെറിറ്റ് അല്ലെങ്കിൽ ഡിസ്അഡ്വാൻറ്റേജസ് ആണ്. എന്തൊക്കെയാണ്? പ്രൈവറ്റ് സെക്ടർ കൂടുതലും എന്തിൽ മാത്രമായിരിക്കും ഫോക്കസ് ചെയ്യുന്നുണ്ടായിരിക്കുക? പ്രോഫിറ്റ് മാക്സിമൈസേഷനിൽ മാത്രമായിരിക്കും അല്ലേ. സോഷ്യൽ സർവീസസ് അവർക്ക് എന്തായിരിക്കും? കുറവായിരിക്കും. അവർ കൂടുതലും മാക്സിമൈസ് ചെയ്യുന്നത് പ്രോഫിറ്റ് തന്നെയായിരിക്കും. അതുപോലെ തന്നെ പബ്ലിക്കിന് എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് പ്രൈവറ്റ് സെക്ടറിൽ അറിയാനായിട്ട് കഴിയില്ല. പ്രൈവറ്റ് സെക്ടറിന് ആ ഒരു ട്രാൻസ്പെറൻസി കുറവുണ്ടായിരിക്കും. എല്ലാ കാര്യങ്ങളും എങ്ങനെയാണ് ആ ഒരു എൻ്റർപ്രൈസ് ഫങ്ഷൻ ചെയ്യണമെന്നുള്ളത് പബ്ലിക്കിന് ഓപ്പൺ ആയിട്ട് കംപ്ലീറ്റ് ആയിട്ട് ഇൻഫോർമേഷൻ കിട്ടില്ല. ഒരു ട്രാൻസ്പെറൻസി ഉണ്ടാവും എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ പ്രൈവറ്റ് സെക്ടർ ആവശ്യമില്ലാത്ത കറപ്ഷൻ, ഇല്ലിജിമേറ്റ് ആയിട്ടുള്ള വേസ് ഒക്കെ കൂടുതൽ ഫോളോ ചെയ്യും. ലൈസൻസസ് കിട്ടാനും ബിസിനസ് ഡീൽസ് കിട്ടാനൊക്കെ ആയിട്ട് അവർ കറപ്ഷനും അതുപോലെ തന്നെ ഇല്ലിജിമേറ്റ് വേസ് ഒക്കെ ഫോളോ ചെയ്യാനായിട്ട് ചാൻസ് ഉണ്ടെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ വേറൊരു ആർഗ്യുമെൻറ്റ് പറയുന്നത് പ്രൈവറ്റൈസേഷൻ പ്രൈസ് ഇൻഫ്ലമേഷൻ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് എന്നാണ്. അതുപോലെ തന്നെ പ്രൈവറ്റ് എൻ്റർപ്രൈസസ് കുറച്ചുകൂടി സോഷ്യൽ കമ്മിറ്റ്മെൻറ്റ്സിൽ നിന്ന് ചിലപ്പോൾ ഡീവിയേറ്റ് ആയി പോകും. അവർക്ക് ആകെ കൂടി ഉണ്ടാകുന്ന ഒരു മോട്ടീവ് ചിലപ്പോൾ പ്രോഫിറ്റ് മേക്കിംഗ് മാത്രമായിരിക്കും. അതുപോലെ തന്നെ ഹൈ ആയിട്ടുള്ള എംപ്ലോയി ടേൺ ഓവർ പ്രൈവറ്റ് സെക്ടേഴ്സിൽ ഉണ്ടാകുന്നതുകൊണ്ട് തന്നെ അവർക്ക് ട്രെയിനിങ് കൊടുക്കാൻ വേണ്ടിയിട്ട്, എംപ്ലോയീസിന് ട്രെയിനിങ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഹൈ കോസ്റ്റ് റിക്വയർമെൻറ്റ് വരുന്നുണ്ട് പ്രൈവറ്റൈസേഷനിൽ. അതൊരു ഡിസ്അഡ്വാൻറ്റേജസ് ആണ് കേട്ടോ. അപ്പോൾ ഇത്രയാണ് ഡിസ്അഡ്വാൻറ്റേജസ് അല്ലെങ്കിൽ ഡീമെറിറ്റ്സ് പ്രൈവറ്റൈസേഷൻ്റെ കേസിൽ വരുന്നത്. അപ്പം നമ്മൾ മെറിറ്റ്സും പറഞ്ഞു ഡീമെറിറ്റ്സും പറഞ്ഞു. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ഈസ് RTI ആക്ട് 2005 ഡിസ്ക്രൈബ് ദ ഒബ്ജക്റ്റീവ്സ്. എന്താ RTI ആക്ട് എന്ന് പറയുന്നത്? റൈറ്റ് ടു ഇൻഫോർമേഷൻ ആക്ട് ആണ് കേട്ടോ. അതായത് സിമ്പിളി നമ്മൾ പറയുകയാണെങ്കിൽ RTI എന്ന് പറയുന്നത് ഒരു റെവല്യൂഷണറി ആയിട്ടുള്ള ആക്റ്റാണ്. ഇത് എയിം ചെയ്യുന്നത് എന്താണ്? നമ്മുടെ ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട് അല്ലേ, ഇന്ത്യയിലെ ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷൻസിന് പബ്ലിക്കിനോടൊരു ട്രാൻസ്പെറൻസി ക്രിയേറ്റ് ചെയ്യുക. അതായത് നമുക്ക് ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് റിലേറ്റഡ് ആയിട്ട് എന്ത് അറിയണോ അത് അറിയാനായിട്ട് പറ്റും. ഏതിലൂടെ? ഈ ഒരു റൈറ്റ് ടു ഇൻഫോർമേഷൻ ആക്ടിലൂടെ. ഈ ഒരു ആക്ട് എക്സിസ്റ്റൻസിൽ വന്നത് 2005 അത് റെവല്യൂഷണറി ആയിട്ട് പറയാനായിട്ട് കാരണം എന്താണ്? ഗവൺമെൻറ് ഓർഗനൈസേഷൻസിനെ നമുക്ക് സ്ക്രൂട്ടിനി ചെയ്യാനായിട്ട് പറ്റും. ഒരു കോമൺ മാനിന് എന്ത് ഇൻഫോർമേഷൻ വേണമെങ്കിലും ഗവൺമെൻറ് ഏജൻസിയുടെ ഡിമാൻഡ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ അല്ലേ? അപ്പോൾ അതുകൊണ്ടാണ് അതിനെ റെവല്യൂഷണറി ആക്ട് എന്ന് പറയുന്നത്. ഇതാണ് റൈറ്റ് ടു ഇൻഫോർമേഷൻ ആക്ട്. ഇനി ഇതിൻ്റെ ഒബ്ജക്റ്റീവ്സ് പറയുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഓർഗനൈസേഷനെ കുറിച്ച്, ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആണെങ്കിൽ ആ ഒരു ഓർഗനൈസേഷനെ കുറിച്ച് അതിൻ്റെ ഫങ്ഷൻസ്, സ്ട്രക്ചർ ഒക്കെ ഡിസ്ക്ലോഷർ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ അവിടെയുള്ള ഓഫീസേഴ്സിൻ്റെയും എംപ്ലോയീസിൻ്റെയും പവേഴ്സും ഡ്യൂട്ടീനെ കുറിച്ചാണ് ഇൻഫോർമേഷൻ പബ്ലിക്കിന് വേണ്ടതെങ്കിൽ അത് പ്രൊവൈഡ് ചെയ്യണം. ഫിനാൻഷ്യൽ ഇൻഫോർമേഷൻ ആണെങ്കിൽ അത് പ്രൊവൈഡ് ചെയ്യണം. ഇപ്പം ഇത്ര രൂപ ഇന്ന കാര്യത്തിനായിട്ട് ചിലവാക്കിയിട്ടുണ്ട് ഉണ്ടോ എന്നറിയാനൊക്കെ ആയിട്ട് നമുക്ക് വേണമെങ്കിൽ ഇൻഫോർമേഷൻ ചോദിക്കാം. അതുപോലെ തന്നെ ഓഫീസേഴ്സ് എന്ത് ചെയ്യണം? ഈ ഒരു റൈറ്റ് ടു ഇൻഫോർമേഷൻ അപ്ലിക്കൻ്റ് വന്നിട്ടുണ്ട്, റൈറ്റ് ടു ഇൻഫോർമേഷന് വേണ്ടിയിട്ട് ആരെങ്കിലും അയച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു റിക്വസ്റ്റിൽ പറഞ്ഞിരിക്കുന്ന ഇൻഫോർമേഷൻ വിത്തിൻ 30 days, ആ റിക്വസ്റ്റ് വന്ന് 30 daysനുള്ളിൽ എന്ത് ചെയ്തിരിക്കണം? പ്രൊവൈഡ് ചെയ്തിരിക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്ര ഒബ്ജക്റ്റീവ്സ് ആണ് എന്തിനുള്ളത്? റൈറ്റ് ടു ഇൻഫോർമേഷൻ ആക്ടിനുള്ളത്. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഹൗ ഗ്ലോബലൈസേഷൻ എഫക്റ്റഡ് ബിസിനസ് സെക്ടർ ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ ബിസിനസ് സെക്ടറിനെ എങ്ങനെയാണ് ഗ്ലോബലൈസേഷൻ എഫക്റ്റ് ചെയ്തതെന്ന്? എങ്ങനെയൊക്കെയാണ്? ബിസിനസ് ഇൻ ഇന്ത്യ ബിക്കം മോർ കോമ്പറ്റേറ്റീവ് ആഫ്റ്റർ ഗ്ലോബലൈസേഷൻ. ഗ്ലോബലൈസേഷൻ വന്നതോടുകൂടി കൂടിയിട്ട് നമ്മുടെ ബിസിനസ്, ഇന്ത്യയിലെ ബിസിനസ് എന്തായി? കുറച്ചുകൂടി കോമ്പറ്റേറ്റീവ് ആയി അല്ലേ? അതുപോലെ തന്നെ എബിലിറ്റി ടു ടാപ്പ് ഇൻ ടു എ വൈഡർ
ടാലൻറ്റ് പൂൾ, കുറച്ചുകൂടി ടാലൻ്റ് ഉള്ള അല്ലെങ്കിൽ കുറച്ചുകൂടി വൈഡർ ആയിട്ടുള്ള ടാലൻറ്റ് പൂളിലേക്ക് ടാപ്പ് ചെയ്യാനായിട്ടുള്ള എബിലിറ്റി കിട്ടി. അതുപോലെ തന്നെ കൾച്ചറൽ ഡൈവേഴ്സിറ്റി കൊണ്ടുവന്നു. അതുപോലെ തന്നെ ഡിഫറെൻറ്റ് കൺട്രീസ് തമ്മിൽ ഇമ്പ്രൂവ്ഡ് എന്തായിട്ട് ഇൻഫോർമേഷൻ വന്നു. കുറച്ചുകൂടി ഡിഫറെൻറ്റ് കൺട്രീസ് തമ്മിൽ എന്ത് ചെയ്യാനായിട്ടുള്ളതായി കുറച്ചുകൂടി ഇൻഫോർമേഷൻസ് ഷെയർ ചെയ്യാനായിട്ടുള്ള ഓപ്പർച്യൂണിറ്റി വന്നു. അതുപോലെ തന്നെ ലാർജർ മാർക്കറ്റ്സ് വന്നു. മൾട്ടിനാഷണൽ വിത്ത് പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ് വന്നു. ഇതൊക്കെയാണ് നമ്മുടെ ഗ്ലോബലൈസേഷൻ വന്നതുകൊണ്ട് ബിസിനസ് സെക്ടറിൽ അഫക്റ്റ് ചെയ്ത കാര്യങ്ങൾ കേട്ടോ. എന്തൊക്കെയാണ്? ബിസിനസ് ഇൻ ഇന്ത്യ കുറച്ചുകൂടി കോമ്പറ്റേറ്റീവായി ഗ്ലോബലൈസേഷൻ വന്നതിന് ശേഷം, അതുപോലെ തന്നെ എബിലിറ്റി ടു ടാപ്പ് ഇൻ ടു എ വൈഡർ ടാലൻറ്റ് പൂൾ, കൾച്ചറൽ ഡൈവേഴ്സിറ്റി, ഇംപ്രൂവ്ഡ് ഇൻഫോർമേഷൻ ബിറ്റ്വീൻ ഡിഫറെൻറ്റ് കൺട്രീസ്, ലാർജർ മാർക്കറ്റ്സ്, മൾട്ടിനാഷണൽസ് വിത്ത് പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ് കേട്ടോ. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്, ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ ഫിസ്ക്കൽ പോളിസി ആൻഡ് മോണിറ്ററി പോളിസി. ഫിസ്ക്കൽ പോളിസിയും മോണിറ്ററി പോളിസിയും തമ്മിലുള്ള ഡിഫറൻസസ് ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഫിസ്ക്കൽ പോളിസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് വെച്ചിട്ടാണ് കൺസേൺഡ് ആയിരിക്കുന്നത്? അതായത് ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ എങ്ങനെ റേസ് ചെയ്യാം, ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ എങ്ങനെ ഇൻക്വയർ ചെയ്യാം, ഗവൺമെൻറ് റവന്യൂ എങ്ങനെ എന്ത് ചെയ്യാം, റിക്വയർ ചെയ്യാം എന്നുള്ള ആ ഒരു കൺസേൺ വെച്ചിട്ടുള്ളതാണ് ഫിസ്ക്കൽ പോളിസി എന്ന് പറയുന്നത്. ഇവിടെ മെയിനായിട്ട് ഫിസ്ക്കൽ പോളിസിയിൽ വരുന്നത് എന്താണ്? റവന്യൂവിൻ്റെ ജനറേഷനും അതുപോലെ തന്നെ എക്സ്പെൻഡിച്ചർ ഇൻക്വയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ് ഫ്രെയിം ചെയ്തിട്ടുള്ള ഒരു പോളിസിയാണ് ബഡ്ജറ്ററി പോളിസി അല്ലെങ്കിൽ ഫിസ്ക്കൽ പോളിസി എന്ന് പറയുന്നത് കേട്ടോ. അതുപോലെ തന്നെ ഫിസ്ക്കൽ പോളിസി എന്ന് പറയുന്നത് പോളിസി ഓഫ് ഗവൺമെൻറ് വിത്ത് റിഗാർഡ് ടു ടാക്സേഷൻ, പബ്ലിക് എക്സ്പെൻഡിച്ചർ ആൻഡ് പബ്ലിക് ബോറോയിങ്സ്. ടാക്സേഷൻ, പബ്ലിക് എക്സ്പെൻഡിച്ചർ അല്ലെങ്കിൽ പബ്ലിക് ബോറോയിങ്സ് ഒക്കെ റിലേറ്റഡ് ആയിട്ടുള്ള ഗവൺമെൻറ്റിൻ്റെ ഒരു പോളിസിയാണ് എന്തെന്ന് പറയുന്നത്? ഫിസ്ക്കൽ പോളിസി എന്ന് പറയുന്നത്. ഇനി മോണിറ്ററി പോളിസി എന്ന് പറയുന്നത് എന്താണ്? അതായത് നമ്മുടെ മണി സപ്ലൈ, അതുപോലെ തന്നെ കോസ്റ്റ്, അവൈലബിലിറ്റി ഓഫ് ക്രെഡിറ്റ്, നമ്മുടെ ഇക്കണോമിയിൽ ഉണ്ടാകുന്ന മണി സപ്ലൈ, അതുപോലെ തന്നെ കോസ്റ്റ്, ക്രെഡിറ്റിൻ്റെ അവൈലബിലിറ്റി ഒക്കെ മെഷർ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നതിനെ അല്ലെങ്കിൽ മെഷർ ചെയ്യുന്നതിനെയാണ് മോണിറ്ററി പോളിസി എന്ന് പറയുന്നത്. വേരിയസ് ഇൻസ്ട്രുമെൻറ്റ്സ് ആണ് ക്യാഷ് റിസർവ് റേഷ്യോ, സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ, ബാങ്ക് റേറ്റ്, റെപ്പോ റേറ്റ് എന്നൊക്കെ പറയുന്നത് കേട്ടോ. അതുപോലെ തന്നെ ഈ മോണിറ്ററി പോളിസി നമുക്ക് ഡിപ്രഷൻ ഓവർകം ചെയ്യാനും ഇൻഫ്ലേഷൻ ഓവർകം ചെയ്യാനായിട്ടൊക്കെ യൂസ് ചെയ്യാം. അപ്പോൾ ഫിസ്ക്കൽ പോളിസി എന്ന് പറയുന്നത് ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ ഇൻക്വയർ ചെയ്യാനും ഗവൺമെൻറ് റവന്യൂ ജനറേറ്റ് ചെയ്യാനൊക്കെ ആയിട്ട് ഗവൺമെൻറ് ഫ്രെയിം ചെയ്തിട്ടുള്ള ഒരു പോളിസിയാണ് ബഡ്ജറ്ററി പോളിസി അല്ലെങ്കിൽ ഫിസ്ക്കൽ പോളിസി എന്ന് പറയുന്നത്. മോണിറ്ററി പോളിസി എന്ന് പറയുന്നത് മണി സപ്ലൈ, അതുപോലെ തന്നെ അവൈലബിലിറ്റി ഓഫ് ക്രെഡിറ്റ്, കോസ്റ്റ് ഒക്കെ മെഷർ ചെയ്യുന്ന ഒന്നാണ് മോണിറ്ററി പോളിസി. അതുപോലെ തന്നെ ഫിസ്ക്കൽ പോളിസി എന്ന് പറയുന്നത് എന്താണ്? റിഗാർഡ് ടു ടാക്സേഷൻ, പബ്ലിക് എക്സ്പെൻഡിച്ചർ ആൻഡ് പബ്ലിക് ബോറോയിങ്സ് ആണ്. മോണിറ്ററി പോളിസിക്കുള്ള വേരിയസ് ഇൻസ്ട്രുമെൻറ്റ്സ് ആണ് ക്യാഷ് റിസർവ് റേഷ്യോ, സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ, ബാങ്ക് റേറ്റ്, റെപ്പോ റേറ്റ് ഒക്കെ. അതുപോലെ തന്നെ ഡിപ്രഷൻ ഓവർകം ചെയ്യാനും ഇൻഫ്ലേഷൻ ഓവർകം ചെയ്യാനൊക്കെ ആയിട്ട് മോണിറ്ററി പോളിസി നമ്മൾ യൂസ് ചെയ്യും കേട്ടോ. ഓക്കെ അല്ലേ? അപ്പോൾ ഇതാണ് ഫിസ്ക്കൽ പോളിസിയും മോണിറ്ററി പോളിസിയും തമ്മിലുള്ള ഡിഫറൻസ് അല്ലെങ്കിൽ ഡിസ്റ്റിങ്വിഷ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും പറഞ്ഞ ക്വസ്റ്റ്യൻസ് ഓക്കെ ആയി, ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. വീഡിയോ യൂസ്ഫുൾ ആയതുകൊണ്ട് ഇനി ഇതുപോലത്തെ ഇമ്പോർട്ടൻറ്റ് വീഡിയോസ് കിട്ടണമെന്നുണ്ട് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. പിന്നെ എന്തെങ്കിലും ഡൗട്ടോ സജഷൻസോ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അതുപോലെ ഇതിൻ്റെ നോട്ട്സ് നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ കൊടുക്കുന്നുണ്ട്. അതിൽ ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കാം, അതിലും ജസ്റ്റ് ഒന്ന് ജോയിൻ ചെയ്തേക്കാം കേട്ടോ.